ഇത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് പറിച്ച പീച്ചിങ്ങയാണ്. ഇതിൻ്റെ തൊലി വെച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം, ഇത് തോരൻ ഉണ്ടാക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ചമ്മന്തി ഉണ്ടാക്കാൻ ആദ്യം പീച്ചിങ്ങയുടെ തൊലി ഇതുപോലെ ചെത്തിയെടുക്കുക. പീച്ചിങ്ങയിലെ തൊലി നാം ചെത്തിയെടുത്തിട്ടുണ്ട്. പീച്ചിങ്ങ വൃത്തിയാക്കിയ ശേഷമാണ് ഇത് ചെത്തിയെടുത്തിട്ടുള്ളത്. ചമ്മന്തി ഉണ്ടാക്കാൻ 8-10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇനിയും പീച്ചിങ്ങ ചെത്തി വെച്ചേക്കുന്നത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നിടം വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. എരിവിന് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് അവസാനം പച്ചമുളക് ഇട്ടത്. ആദ്യം തന്നെ പച്ചമുളക് ഇട്ട് എടുക്കേണ്ടതാണ്. ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പില, പുളി, ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് ചൂടാറുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലിട്ട് ചമ്മന്തിക്ക് അരച്ചെടുക്കുന്നത് പോലെ വെള്ളം തൊടാതെ അരച്ചെടുക്കാം. നമ്മുടെ പീച്ചിങ്ങ ചമ്മന്തി റെഡിയായി. ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ. താങ്ക് യു.